ചെങ്ങന്നൂരിൽ ജനവിധി നാളെയാണ്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. 17 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്ന് രാവിലെ 8 മണിക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണി മുതൽ ആരംഭിക്കും. നാളത്തെ വോട്ടെടുപ്പിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ വരണാധികാരി MV സുരേഷ് അറിയിച്ചു. ജീവൻ കുമാർ വിവരങ്ങൾ നൽകും. ജീവൻ, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? അരുൺ, പൂർണ്ണമായും അതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ദിവസത്തിലേക്കുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും അതിൻ്റെ വിന്യാസവും വിതരണവും പരിപൂർണമായി തന്നെ പൂർത്തിയായതായി നമുക്ക് അല്പസമയങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഏതാനും ചിലർ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് പോകാനുള്ളത്. ഏതാണ്ട് 2 ബാലറ്റ് യൂണിറ്റുകളിലായി ഏതാണ്ട് 265 കൺട്രോൾ യൂണിറ്റുകളും 305-ലേറെ VVPAT മെഷീനുകളുമാണ് വിതരണം ചെയ്യാനുള്ളത്. അത് വൈകുന്നേരത്തോടു കൂടിയാവും VVPAT മെഷീനുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കുക. അതോടുകൂടിയായിരിക്കും അതിൻ്റെ ബാലറ്റ് യൂണിറ്റിലേക്ക് ഇവ ഘടിപ്പിച്ചുകൊണ്ടായിരിക്കും VVPAT മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നത് നാളെ രാവിലെ 6 മണിയോടുകൂടി ഇപ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ബാക്കി കൂടി ചെക്ക് ചെയ്യും. ഏതാണ്ട് 5 മോഡൽ ബൂത്തുകളാണുള്ളത്. 10ഓളം വനിതാ സൗഹൃദ ബൂത്തുകളുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രായമായ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് മുൻഗണന ഇതിലുണ്ടാകുമെന്ന് മുഖ്യ വരണാധികാരിയായ MV സുരേഷ് കുമാർ അറിയിച്ചു. 181 ബൂത്തുകളാണ് ആകെയുള്ളത്. 164 ബൂത്തുകൾ കൂടാതെ 17 ആക്സിലറി ബൂത്തുകൾ കൂടിയുണ്ട്. 1400-ലേറെ വോട്ടർമാരുള്ള ബൂത്തുകളാണ് 2 ബൂത്തുകളായി ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 17 ബൂത്തുകളാണുള്ളത്. ആകെ 181 ബൂത്തുകളിലായി ഉള്ള മെഷീനുകളുടെ വിതരണവും അതിൻ്റെ വിന്യാസവുമാണ് ഇപ്പോഴും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി 1104 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 1500-ലേറെ പോലീസുകാരുടെ സാന്നിധ്യവും ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കായി ഉണ്ടാവും. കൂടാതെ കേന്ദ്രസേനയുടെ സാന്നിധ്യമുണ്ടാവും. മുഖ്യ നിരീക്ഷകനെ കൂടാതെ 17ഓളം ഉപനിരീക്ഷകർ കൂടി അടങ്ങുന്നതായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ആകെ നേതൃവൃന്ദാരവം എന്ന് നമുക്ക് പറയാനാവും. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം പൂർത്തീകരിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിലേക്ക് ഇനി ചെങ്ങന്നൂർ ജനത കാലെടുത്ത് വെക്കാൻ മണിക്കൂറുകൾ മാത്രം ആണ് ബാക്കിയുള്ളത്. അരുൺ. ജീവൻ കുമാർ ചെങ്ങന്നൂരിൽ നിന്ന്. ചെങ്ങന്നൂരിൽ വോട്ടർമാർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ പരാതി. ചെങ്ങന്നൂർ പാണ്ഡവൻപാറയിലാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചിട്ടുണ്ട്. ഷാജഹാൻ വിവരങ്ങൾ നൽകും. ഷാജി, എന്താണ് സംഭവിച്ചത്? അരുണെ, കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് സ്ക്വാഡുകൾ എന്ന സാധാരണഗതിയിലുള്ള വോട്ട് പ്രചരണമാണ് നമുക്ക് ചെങ്ങന്നൂരിലും കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ നടന്ന പ്രചരണത്തിനിടയിലാണ് BJP പ്രവർത്തകർ പാണ്ഡവൻപാറ 55-ാം നമ്പർ ബൂത്തിൽ പ്രവർത്തകർക്ക് 1000 രൂപ വീതം പണം നൽകിയതായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ബന്ധപ്പെട്ട് മറ്റ് പാർട്ടിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പാർട്ടി പ്രവർത്തകർ എത്തിയപ്പോഴത്തേക്കും ഈ പണം നൽകിയ BJPയുടെ പ്രവർത്തകർ രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവം ഉടൻ തന്നെ പോലീസിനെ ബന്ധപ്പെട്ട LDFന്റെ നേതാക്കൾ അറിയിച്ചു. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പക്ഷേ തെളിവുകളോടുകൂടി ഇവരെ പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ അലട്ടുന്ന പ്രശ്നം. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്നും മറ്റും മൊഴികൾ ശേഖരിച്ചു വരികയാണ്. ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് നടപടികൾ സുഗമമായി നടപ്പാക്കുന്നതിന് പ്രത്യേക പോലീസ് സംവിധാനം ഒരുക്കിയതായി ജില്ലാ പോലീസ് മേധാവി S സുരേന്ദ്രൻ പറഞ്ഞു. CISF ഉൾപ്പെടെ 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 3 പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ DVSP അവർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. സീരിയസ്നെസ് നോക്കിയിട്ട് ഓരോ പോളിംഗ് ബൂത്തിലും അഡീഷണൽ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനി CISF ഉണ്ട്. ആ CISF ഇവിടെ കൗണ്ടിങ് ഡ്യൂട്ടിയും കൗണ്ടിങ് നടക്കുന്നിടത്തെല്ലാം അതുണ്ടാവും. അതിനുള്ള സുരക്ഷയായിട്ടുണ്ട്. അതിലുപരി ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് ഉണ്ട്. മറ്റ് അല്ലാതെയുള്ള എമർജൻസി ഫോഴ്സ് ഉണ്ട്. സ്പെഷ്യൽ കൺട്രോൾ റൂമുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും സമ്മതിദായവർക്ക് വന്നിട്ട് സമാധാനപരമായിട്ട് പൂർണ്ണമായിട്ടും അവരുടെ വോട്ട് വിനിയോഗിച്ചിട്ട് തിരിച്ച് വീടുകളിലെത്തുന്നത് വരെയുള്ള എല്ലാവിധത്തിലുള്ള പോലീസ് സേനകളും അറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ ഒറ്റയ്ക്ക് എതിർക്കാൻ കോൺഗ്രസിനാകില്ലെന്ന് AK ആന്റണി. മതേതര കക്ഷികൾ ഒരുമിക്കണമെന്നും ആന്റണി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാഹചര്യമാണ് ആൾക്കാരെ ഒരു നിലപാടെടുക്കാൻ പിടിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള പ്രവർത്തകന്മാരുള്ള വേദികളുള്ള ഘടകങ്ങളുള്ള കക്ഷി കോൺഗ്രസ്സാണ്. എന്നാലും ഇന്ന്
കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ 2019 ഇലക്ഷനിൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. ജവഹർലാൽ നെഹ്റു ഉയർത്തിയ മതേതര മൂല്യവും ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. അതിന് ഈ കാലഘട്ടത്തിൽ മതേതര ശക്തികളുടെ ഐക്യം അനിവാര്യമാണ്. ഉച്ചയ്ക്കാരും മണികെട്ടും. നിപ വൈറസ് ബാധ സംബന്ധിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. മറ്റ് ജില്ലകളിൽ നിപ വൈറസ് കണ്ടെത്തിയിട്ടില്ല എന്നും ആരോഗ്യകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒട്ടും ഭയക്കേണ്ടതില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ആദ്യം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ വല്ലാതെ ഭയന്നിരുന്നത് വളരെ വ്യാപകമായി പടർന്ന് കൂട്ടത്തോടെ ആളുകൾക്ക് ബാധിച്ചേക്കുമോ എന്നുള്ള വലിയ ഭയമായിരുന്നു. എന്നാൽ നല്ല ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ മരണപ്പെട്ട ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള എല്ലാവരെയും ട്രേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിരീക്ഷണത്തിലാണ്. നിപ വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചത് 15 പേർക്കാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ 12 പേർ മരിച്ചു, 3 പേർ ചികിത്സയിലാണ്, 175 പേർ നിരീക്ഷണത്തിലുമാണ്. ആദ്യം രോഗം സ്ഥിരീകരിച്ചതുമായി സമ്പർക്കം പുലർത്തിയതാണ് ഇവർ. മറ്റു ജില്ലകളിലേക്ക് നിപ വൈറസ് പടർന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. തുടക്കത്തിൽ നമ്മൾ ഭയന്നു പോയിരുന്നത് മലപ്പുറത്ത് നിന്നുള്ള 3 കേസുകൾ ഡെത്തായി എന്നുള്ളതാണ്. 3 ആളുകൾ ഡെത്തായി എന്നുള്ളതാണ്. അത് പോസിറ്റീവായിരുന്നു കേസ്. നോക്കുമ്പോൾ ഈ 3 കേസുകളും മെഡിക്കൽ കോളേജിൽ നേരത്തെ പറഞ്ഞ ഈ സൂപ്പിക്കടയിലെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് വന്നിട്ടുള്ളവരാണ്, ആശുപത്രിയിൽ നിന്നും മറ്റുമായിട്ട്. അപ്പോൾ സോഴ്സ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ നിന്നും പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരും. അതിഗുരുതരാവസ്ഥയിലുള്ളവരെ മാത്രം പ്രവേശിപ്പിക്കും. ഗുരുതര അസുഖമില്ലാത്തവർക്ക് ആവശ്യമെങ്കിൽ അടുത്ത സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ എത്തിച്ച് ചികിത്സ തുടരും. നിപയുമായി ബന്ധപ്പെടുത്തി നവമാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എങ്കിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ധനവിലയിൽ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. പെട്രോൾ ഡീസൽ വില വർധനവിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക നികുതി വേണ്ടെന്ന് വയ്ക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന വില വ്യതിയാനം നോക്കിയാകും നിരക്കിൽ എത്ര ശതമാനം കുറയ്ക്കണം എന്ന തീരുമാനം എടുക്കുക. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാകും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായ 15ാം ദിനവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിർണായക ഇടപെടൽ. പെട്രോൾ ഡീസൽ വില വർധനവിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക നികുതി വേണ്ടെന്ന് വെക്കാനാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര സർക്കാരിനോട് നികുതി കുറയ്ക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്രം വില കുറയ്ക്കുമ്പോൾ നമ്മുടെ നികുതി വരുമാനം കുറഞ്ഞോളും എന്ന് പറഞ്ഞിരുന്നിട്ടും അവരിതൊന്നും കേൾക്കാൻ തയ്യാറില്ല. അവർ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പെട്രോൾ വില വർധനവിൽ നിന്ന് കേരള സർക്കാരിന് കിട്ടുന്ന അധിക നികുതി അത് വേണ്ടെന്ന് വെക്കാൻ കേരള സർക്കാർ ആലോചിക്കുകയാണ്. ആ നികുതി വേണ്ടെന്ന് വെക്കും. അതിനാൽ ഈ വില വർധനവ് ഓരോ ആഴ്ചയും ഉണ്ടാവുന്ന നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് നികുതി നിരക്കിൽ മാറ്റങ്ങളും വരുന്നു. ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധന എത്രയാണ്, അതിൽ നിന്നും എത്ര രൂപ അധിക നികുതി ലഭിക്കും, ആ നികുതി വേണ്ടെന്ന് വെക്കുന്നതിനു വേണ്ടി എത്ര ശതമാനം നിരക്കിൽ മാറ്റം വരുത്തണം എന്നിവയാണ് ധനവകുപ്പ് നികുതി വകുപ്പുമായി ചേർന്ന് പരിശോധിക്കുന്നത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാകും സർക്കാർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുക. അപ്പോഴാകും എത്ര രൂപ പെട്രോളിനും ഡീസലിനും കുറയും എന്നതിലും അന്തിമ തീരുമാനമുണ്ടാകുക. നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന UDF-നും ധനമന്ത്രി മറുപടി നൽകി. UDF സർക്കാർ ഇറങ്ങിപ്പോണതിന് മുമ്പ് ലിറ്ററിന് 1 രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തി. ആ സെസ്സും കൂടി കണക്കെടുക്കുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന നികുതി എണ്ണ പിരിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. അധിക നികുതി വേണ്ടെന്ന് വെക്കുന്നതിലൂടെ ഇന്ധനവില വർധനവിൽ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. എസ് ഷീജ, തിരുവനന്തപുരം. തുടർച്ചയായ 15ാം ദിവസവും പെട്രോൾ ഡീസൽ വിലയിൽ വർധന. പെട്രോളിന് 16 പൈസയും ഡീസലിന് 17 പൈസയുമാണ് കൂടിയത്. കൊച്ചിയിൽ പെട്രോളിന് 80 രൂപ 87 പൈസയും ഡീസലിന് 73 രൂപ 52 പൈസയുമാണ്. അതേസമയം തിരുവനന്തപുരത്ത് പെട്രോളിന് 82 രൂപ 31 പൈസയും ഡീസലിന് 74 രൂപ 93 പൈസയുമാണ്. കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. AICC ജനറൽ സെക്രട്ടറിയും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗിന് പകരമാണ് ഉമ്മൻചാണ്ടിയെ നിയമിച്ചത്.
ബംഗാൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചുമതലയിൽ നിന്ന് CP ജോഷിയും നീക്കി. ഗൗരവ് ഗൊഗോയ്ക്കാണ് പുതിയ ചുമതല. പുതിയ 2 ജനറൽ സെക്രട്ടറിമാരും ഉടൻ ചുമതലയേൽക്കും എന്ന് അശോക് ഗെഹ്ലോട്ട് അറിയിച്ചു. ആന്ധ്രാപ്രദേശിനെ തിരിച്ച് പിടിക്കാനാണ് ഇങ്ങനെയൊരു നീക്കം എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. ജനറൽ സെക്രട്ടറി ആകുന്നതോടെ ഉമ്മൻചാണ്ടി സ്വാഭാവികമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാകും. AK ആന്റണി മാത്രമാണ് കേരളത്തിൽ നിന്നിപ്പോൾ പ്രവർത്തക സമിതിയിലുള്ളത്. രാജ്യത്തെ തപാൽ സമരം പിൻവലിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സമരം തീർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ ഉടൻ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ട രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. തപാൽ സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരം ഏറെ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. രാജ്യത്തെ വീണ്ടും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആയുധ പരിശീലനം. മധ്യപ്രദേശിൽ തോക്കുകളും ദണ്ഡുകളും ഉപയോഗിച്ച് ക്യാമ്പ് നടത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത് വർഷത്തിൽ നടക്കുന്ന സ്ഥിരം ക്യാമ്പാണ് എന്നാണ് ബജ്രംഗ് ദൾ നേതാക്കളുടെ വിശദീകരണം. ഈ മാസം 2-ാം തീയതിയാണ് കണ്ണൂർ എടക്കാട് സ്വദേശി മാസം മുൻപ് ഭാര്യാപിതാവിന്റെ സ്കൂട്ടർ കത്തിച്ചതിനെ തോക്കുകളും ദണ്ഡുകളും ഉപയോഗിച്ചുള്ള ആയുധ പരിശീലന ചിത്രങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ആയുധങ്ങളോടുകൂടിയ ക്യാമ്പുകൾ സ്ഥിരമായി നടക്കുന്നതാണെന്നാണ് ബജ്രംഗ് ദൾ നേതാക്കളുടെ വിശദീകരണം. ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ലവ് ജിഹാദിനെയും എതിർക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്നും ജില്ലാ കൺവീനർ ദേവി സിംഗ് സോദിയ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഘപരിവാർ സംഘടനകൾ ഇങ്ങനെയുള്ള ആയുധ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതിനെതിരെ സർക്കാരുകൾ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാറില്ല. VHP, ബജ്രംഗ് ദൾ, RSS എന്നിങ്ങനെയുള്ള സംഘപരിവാർ സംഘടനകൾ നൽകുന്ന ആയുധ പരിശീലന ക്യാമ്പുകൾ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചും ചില സ്കൂളുകളെ കേന്ദ്രീകരിച്ചുമൊക്കെയാണ് നടക്കാറുള്ളത്. അതിന്റെ ഭാഗമായി പലർക്കും രാജ്യത്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് രാജസ്ഥാനിൽ ലവ് ജിഹാദിന്റെ പേരിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഫ്രാസുൽ. ശംഭുലാൽ റഗാർ എന്ന തീവ്ര ഹിന്ദുമത വിശ്വാസി അഫ്രാസുലിനെ മഴുകൊണ്ട് വെട്ടിയതിനു ശേഷം ജീവനോടെ കത്തിക്കുകയായിരുന്നു. ബീഫ് നിരോധനത്തിന്റെ പേരിൽ രാജ്യത്ത് അക്രമം അഴിച്ചുവിട്ടതിലും ഇങ്ങനെയുള്ള ക്യാമ്പുകൾക്ക് വ്യക്തമായ പങ്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ എടക്കാട് ഓട്ടോ ഡ്രൈവർ ഉനൈസ് മരിച്ചത് അമിതമായ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലമാണെന്ന് രാസപരിശോധനാ റിപ്പോർട്ട്. ഉനൈസിന്റെ ആന്തരിക അവയവങ്ങളിൽ അമിതമായ അളവിൽ ഹെറോയിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് മർദ്ദനം മൂലമാണ് ഉനൈസ് മരിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഈ മാസം 2-ാം തീയതിയാണ് കണ്ണൂർ എടക്കാട് സ്വദേശിയായ ഉനൈസ് മരിച്ചത്. മരണത്തിന് 2 മാസം മുൻപ് ഭാര്യാപിതാവിന്റെ സ്കൂട്ടർ കത്തിച്ചതിന് ഉനൈസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് പോലീസിൽ നിന്നും ഏറ്റ മർദ്ദനമാണ് മരണകാരണം എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന രാസപരിശോധന റിപ്പോർട്ട്. ഉനൈസിന്റെ ശരീരത്തിൽ അമിതമായ അളവിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തി. ഹൈറോയിൻ എന്ന മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഉനൈസിന് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 12 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ ആളുമായി ഉനൈസ് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകളും ലഭിച്ചിരുന്നു. ഉനൈസിന്റേത് കസ്റ്റഡി മരണമാണെന്ന ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷവും ഇത് സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നു. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനിടെയാണ് മരണകാരണം മർദ്ദനമല്ല മയക്കുമരുന്നാണെന്ന് വ്യക്തമാക്കി രാസപരിശോധനാ ഫലം പുറത്തുവന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അങ്കമാലിയിൽ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെത്തി. ഉമേഷ് വിവരങ്ങൾ നൽകും. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? അരുൺ, അങ്കമാലി CI ഓഫീസിന്റെ അടുത്ത് നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അങ്കമാലി CI ഓഫീസിനടുത്ത് താമസിച്ചിരുന്ന നാടോടി സ്ത്രീയാണ് തന്റെ കുഞ്ഞിനെ ഭർത്താവ് കൊന്നു കുഴിച്ചുമൂടി എന്ന് പരാതിയുമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. ഇതേ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. പിന്നീട് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ത്രീ ആരോപിക്കുന്നത് പോലെ തന്നെ കൊന്നു കുഴിച്ചുമൂടിയതാണോ എന്നത് സംബന്ധിച്ച അന്വേഷണത്തിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം ഈ സ്ത്രീയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മണികണ്ഠൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പ്രാഥമികമായി പറയുന്നത് ഈ കുഞ്ഞ് പാല് കുടിച്ചപ്പോൾ അത് തൊണ്ടയിൽ കുടുങ്ങി അത്തരത്തിലാണ് മരണം സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. ഏതായാലും പോലീസ് നിലവിൽ അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. DYSP അടക്കമുള്ളവർ ഇപ്പോൾ അങ്കമാലി CI ഓഫീസിന്റെ സമീപത്തേക്ക് വന്നിട്ടുണ്ട്. CI ഓഫീസിനടുത്താണ് ആക്രി സാധനങ്ങൾ പെറുക്കുന്ന തൊഴിലാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഏതായാലും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ബാക്കിയെല്ലാം കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അരുൺ, അതായത് ഈ അമ്മ ആരോപിക്കുകയാണ് ഭർത്താവാണ് കുഞ്ഞിനെ കൊന്നത് എന്നാണോ?
തീർച്ചയായും അമ്മ തന്നെയാണ്, കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് അത്തരത്തിൽ ആരോപിക്കുന്നത്. തന്റെ ഭർത്താവാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയത് എന്ന് ഈ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് പറയുന്നത്. എന്നാൽ അമ്മയുടെ മൊഴി പൂർണ്ണമായി പോലീസ് ഇപ്പോൾ നിലവിൽ വിശ്വസിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല മരണം സംബന്ധിച്ച ആധികാരിക വിവരം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയതിനു ശേഷമേ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്ത്രീയുടെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു സ്ത്രീ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയതാണ്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് മരിച്ചത്, അത്ര കൊലപാതകമാണോ, ഭർത്താവ് തന്നെയാണോ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഈ ആരോപിച്ച സ്ത്രീയും പരാതിക്കാരിയും ആരോപണ വിധേയനായ ഭർത്താവും രണ്ടുപേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ഇ.കെ. നായനാർ അക്കാദമിയിൽ സ്ഥാപിച്ച നായനാരുടെ പ്രതിമാ നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടില്ലെന്ന് ശില്പി തോമസ് ജോൺ കോവൂർ. വളരെ ഉയരത്തിൽ സ്ഥാപിച്ചതിനാൽ പ്രകാശം പതിക്കുന്നതിന്റെ പോരായ്മ കൊണ്ടാണ് കാഴ്ചയിൽ അപാകത തോന്നുന്നതെന്നും ശില്പി പറഞ്ഞു. പാതകത്തിന്റെ ഉയരം കുറച്ച് കാഴ്ചയിൽ ഉള്ള അപാകത പരിഹരിക്കാനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. കണ്ണൂർ പയ്യമ്പലത്തെ ഇ.കെ. നായനാർ അക്കാദമിയിൽ സ്ഥാപിച്ച നയനാർ പ്രതിമയ്ക്ക് അപാകത ഉണ്ടെന്ന വിമർശനം ഉയർന്നിരുന്നു. നയനാരുമായി മുഖസാദൃശ്യമില്ലെന്നായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ പ്രതിമ നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടില്ലെന്നും വളരെ ഉയരത്തിൽ സ്ഥാപിച്ചതിനാൽ മുഖം ഇരുണ്ട് കാണപ്പെടുന്നതാണ് പ്രശ്നമെന്നും ശില്പി തോമസ് ജോൺ കോവൂർ വിശദീകരിച്ചു. പ്രകാശം വേണ്ട രീതിയിൽ പ്രതിമയുടെ മുഖത്ത് പതിക്കാത്തതാണ് കാഴ്ചയിൽ അപാകത തോന്നാൻ കാരണം. 4 അടിയോളം പാതകത്തിന്റെ ഉയരം കുറച്ച് പ്രതിമ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ശില്പി പറഞ്ഞു. ഉണ്ടായ ഒരു പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. യഥാർത്ഥത്തിൽ ഹൈറ്റ് കാരണവും പിന്നെ അത് മുഖത്ത് വീഴുന്ന ലൈറ്റിന്റെ കുറവ് കൊണ്ടുമാണ് ആ ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സോ തെളിഞ്ഞ് കാണാൻ പറ്റാഞ്ഞത്. ഏകദേശം 4 അടിയോളം പെഡസ്റ്റലിന്റെ ഹൈറ്റ് കുറച്ചിട്ട് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അക്കാദമി കെട്ടിടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിമ എടുത്തു കാണിക്കണമെന്ന ആലോചനയിലാണ് ഉയരം കൂട്ടി സ്ഥാപിച്ചത്. ആ സമയത്ത് കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നം ശ്രദ്ധിച്ചിരുന്നില്ലെന്നും ശില്പി തോമസ് ജോൺ കോവൂർ പറഞ്ഞു. രാജസ്ഥാൻ സർവകലാശാല ശില്പകലാ വിഭാഗം അധ്യാപകനും തിരുവല്ല സ്വദേശിയുമായ തോമസ് ജോൺ കോവൂരിന്റെ നേതൃത്വത്തിൽ ജയ്പൂരിലാണ് പ്രതിമ നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 300 വർഷം പഴക്കമുണ്ട് വയനാട് വെള്ളമുണ്ടയിലെ കോറോം പള്ളിക്ക്. വയനാട്ടിലേക്കുള്ള ആദ്യകാല കുടിയേറ്റങ്ങളുടെ കഥ പറയുന്ന ഈ പള്ളി മതസൗഹാർദ്ദത്തിന്റെ മാതൃകകളിൽ ഒന്നുകൂടിയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വയനാട്ടിലേക്കുള്ള ആദ്യകാല മുസ്ലിം കുടിയേറ്റങ്ങൾ പെരിങ്ങോത്തു നിന്നും നാദാപുരത്തു നിന്നുമൊക്കെയായിരുന്നു. അക്കാലത്ത് കോറോത്ത് നിർമ്മിച്ചത് ഇത്തരത്തിൽ 2 പള്ളികളാണ്. പള്ളി നിർമ്മിക്കാൻ ഭൂമി നൽകിയത് പ്രദേശത്തെ പുളിമാരമ ദേവസ്വമാണ്. ഇന്നും സഹവർത്തിത്വത്തിന്റെയും പാരസ്പര്യത്തിന്റെയും നല്ല മാതൃകയായി കോറോം പള്ളി അതേ തനിമയോടെ നിലനിൽക്കുന്നു. മക്കിയാട് കോട്ടയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുമ്പോൾ പള്ളി നിർമ്മാണം നിർത്തിവെച്ച് അതിൽ സഹകരിച്ച കഥ കൂടിയുണ്ട് കോറോം പള്ളിക്ക്. ത്യാഗത്തിന്റെയും അതിജീവനത്തിന്റെയും ദശാബ്ദങ്ങളുടെ ഓർമ്മകളിലാണ് ഈ പുണ്യമാസത്തിൽ കോറോം പള്ളി. എല്ലാ വർഷവും നടക്കുന്ന ഉറൂസിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്.